ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹീറ്റ് ഇക്വേഷൻ ആയിരുന്നു. ഹീറ്റ് ഇക്വേഷൻ ഈസ് ഡോ യു ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. അതേപോലെ ഹീറ്റ് ഇക്വേഷൻ്റെ പോസിബിൾ 3 സൊല്യൂഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. അത് 3 ഡിഫറെൻറ്റ് കേസസിലുള്ള 3 ഡിഫറെൻറ്റ് സൊല്യൂഷൻസും നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. പിന്നെ 2-3 പ്രോബ്ലംസും ചെയ്തു. ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോൾ എഴുതാം. സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ യു ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു alpha square into dou square u by dou h square for the conduction of heat along a rod without radiation, subject to the following conditions. First condition, u is not infinite for t tends to infinity. Second condition, dou u by dou h is equal to 0 for h is equal to 0 and h is equal to L. And the third condition, u is equal to LH minus h square for t equal to 0 between h equal to 0 and h equal to L. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് പോസിബിൾ സൊല്യൂഷൻസ് ആണ്. അതായത് ഈ ഹീറ്റ് ഇക്വേഷൻ്റെ പോസിബിൾ 3 സൊല്യൂഷൻസ് ആണ് ആദ്യം എഴുതേണ്ടത്. അതിൽ കെയുടെ വാല്യൂ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ 0 ആവുന്നതിനനുസരിച്ച് 3 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ 3 ഡിഫറെൻറ്റ് പോസിബിൾ സൊല്യൂഷൻസ് എഴുതാം. അതായത് ഫസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്നത് 1 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് കെ പോസിറ്റീവ് ആവുന്ന കേസിലാണ്. കെ പോസിറ്റീവ് ആണെങ്കിൽ യു ഓഫ് എച്ച് കോമ ടി ഇസ് ഈക്വൽ ടു C1 ഇൻറ്റു കോസ് പി എച്ച് പ്ലസ് C2 ഇൻറ്റു സൈൻ പി എച്ച് ഇൻറ്റു C3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ടി. അതേപോലെ വെൻ കെ ഈസ് നെഗറ്റീവ് യു ഓഫ് എച്ച് കോമ ടി ഇസ് ഈക്വൽ ടു C4 ഇൻറ്റു ഇ റൈസ് ടു പി എച്ച് പ്ലസ് C5 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് പി എച്ച് ഇൻറ്റു C6 ഇൻറ്റു ഇ റൈസ് ടു പി സ്ക്വയർ സി സ്ക്വയർ ടി. അത് 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ കെ ഇസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് യു ഓഫ് എച്ച് കോമ ടി ഇസ് ഈക്വൽ ടു C3 ഇൻറ്റു എച്ച് C7 ഇൻറ്റു എച്ച് പ്ലസ് C8 ഇൻറ്റു C9. അപ്പോൾ ഇത് 3 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ 3 പോസിബിൾ സൊല്യൂഷൻസ് എഴുതി. ഇനി ഈ കേസിൽ, അതായത് ഈ കേസിൽ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. യു ഈസ് നോട്ട് ഇൻഫൈനൈറ്റ് ഫോർ ടി ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് യു എന്താണ്, നോട്ട് ഇൻഫൈനൈറ്റ് ആണ്. അതായത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി 3 കേസസിൽ ഫസ്റ്റ് കേസ് നോക്കുക. ഫസ്റ്റ് കേസിൽ സപ്പോസ് ടി ഈസ് ഇൻഫൈനൈറ്റ്, ദെൻ ഇക്വേഷൻ എന്താവും, യു ഓഫ് എച്ച് കോമ ടി ഈസ് ഈക്വൽ ടു 0 ആവും. കാരണം ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഓക്കെ, അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് 0. അഗൈൻ 0 ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. അതേപോലെ രണ്ടാമത്തെ കേസിൽ ഒന്ന് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുക. ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്താൽ യു ഓഫ് എച്ച് കോമ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവും. കാരണം ഇ റൈസ് ടു ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ ആ സെക്കൻഡ് കേസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. സെക്കൻഡ് കേസ് നമ്മുടെ പോസിബിൾ സൊല്യൂഷനിൽ, അതായത് ഈ ഒരു കേസിലുള്ള പ്രോബ്ലത്തിൽ എടുക്കാൻ പറ്റില്ല. തേർഡ് കേസ് കെ ഈസ് ഈക്വൽ ടു 0 കേസിൽ ദർ ഈസ് നോ ടി ടേം. അപ്പോൾ ടി എന്താണ്, ടി ടേം അതിലില്ല. അപ്പോൾ അതിന് അർത്ഥം അവിടെ യു എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈമാണ്. അഗെയിൻ വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇതും എന്താണ്, ഫൈനൈറ്റ് ടേം ആയിരിക്കും. കാരണം ടി ഇൻഫിനിറ്റി ആണെങ്കിലും ടി 0 ആണെങ്കിലും ഒരേ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ തേർഡ് ഇക്വേഷനും അതേപോലെ ഫസ്റ്റ് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 3 ആണ്, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോസിബിൾ സൊല്യൂഷൻസിൽ വരുന്നത് 1ഉം 3ഉം മാത്രമാണ്. 2 cannot be a possible solution. അപ്പോൾ 1 and 3 സാറ്റിസ്ഫൈ ദി കണ്ടീഷൻ 1. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ തേർഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. അതായത് യു ഓഫ് എച്ച് കോമ ടി ഇസ് ഈക്വൽ ടു C7 എച്ച് പ്ലസ് C8 ഇൻറ്റു C9. ആ ഒരു ഇക്വേഷനിൽ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, ഡോ യു ബൈ ഡോ എച്ച് ഇസ് ഈക്വൽ ടു 0 ഫോർ എച്ച് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു L. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ തേർഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡോ യു ബൈ ഡോ എച്ച് അറ്റ് എച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഡോ യു ബൈ ഡോ എച്ച് എന്താണ്,
ഇവിടെ ഈ ഇക്വേഷന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ C7 ഇൻറ്റു എച്ച് പ്ലസ് C8 ഇൻറ്റു C9. അപ്പോൾ C7 ഇൻറ്റു എച്ചിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? C7 ഇൻറ്റു C9 കിട്ടും. ഇനി C7 ഇൻറ്റു C9 ഈസ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ അതിൽ C7 ഷുഡ് ബി 0. C9 0 ആയാൽ പിന്നെ ഹോൾ ടേം 0 ആവും. അപ്പോൾ C7 ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് എന്ത് കിട്ടി? C7 ഇസ് ഈക്വൽ ടു 0. ദെൻ U ഓഫ് H, T can be written as C8 into C9 which is equal to another constant. We can mark it as A0. അപ്പോൾ 4 എന്ന് മാർക്ക് ചെയ്യുക. ഇനി സെക്കൻഡ് കണ്ടീഷൻ ഇക്വേഷൻ 1ൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് C1 ഇൻറ്റു U ഓഫ് H, T is equal to C1 ഇൻറ്റു cos PH പ്ലസ് C2 ഇൻറ്റു sin PH ഇൻറ്റു C3 ഇൻറ്റു e റൈസ് ടു മൈനസ് പി സ്ക്വയർ ആൽഫ സ്ക്വയർ ടി. അപ്പോൾ ഇവിടെ സി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ആൽഫ സ്ക്വയറാണ്. ഓക്കെ, അതിൽ ആ ഇക്വേഷൻ ഡോ യു ബൈ എന്താണ് സെക്കൻഡ് കണ്ടീഷൻ? ഡോ യു ബൈ ഡോ എച്ച് അറ്റ് എച്ച് ഇസ് ഈക്വൽ ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം ഡോ യു ബൈ ഡോ എച്ച് കാണാം. ഡോ യു ബൈ ഡോ എച്ച് കാണുമ്പോൾ C1 ഇൻറ്റു കോസ് പി എച്ചിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? C1 ഇൻറ്റു സൈൻ പി എച്ച് മൈനസ് സൈൻ പി എച്ച് ഇൻറ്റു പി ആണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് C1 ഇൻറ്റു പി ഇൻറ്റു സൈൻ പി എച്ച്. അടുത്ത് C2 ഇൻറ്റു സൈൻ പി എച്ച് ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു C2 ഇൻറ്റു പി ഇൻറ്റു കോസ് പി എച്ച്. ഓക്കെ, അപ്പോൾ അതേപോലെ മറ്റേ ടേം എന്താ? C3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് പി സ്ക്വയർ ആൽഫ സ്ക്വയർ ടി. അതിലെന്തില്ല? ദർ ഈസ് നോ എച്ച് ടേം ഇൻ ദാറ്റ്, സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഡിഫറൻസിയേഷനിൽ എച്ച് ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഹോൾ വാല്യൂ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ ഈ ടേം 0 ആവാൻ പാടില്ല. കാരണം ആ ടേം 0 ആയി പിന്നെ എൻ്റെ ടേം 0 ആവും. അപ്പോൾ ആ ടേം 0 ആവാൻ പാടില്ല. പിന്നെ എന്താ കണ്ടീഷനുള്ളത്? ഇതിൻ്റെ അകത്തുള്ള ടേമാണ്. ഇതിൻ്റെ അകത്തുള്ള ടേമിൽ എച്ച് 0 കൊടുക്കുക. എച്ച് ഈക്വൽ ടു 0 കൊടുത്താൽ ഫസ്റ്റ് ടേം ഓൾറെഡി 0 ആവും, കാരണം സൈൻ 0 വരും. സൈൻ 0 വരുമ്പോൾ അത് 0 ആവും. പിന്നെ ഉള്ളത് എന്താണ്? C2 P ഇൻറ്റു C3 ഇ റൈസ് ടു മൈനസ് പി സ്ക്വയർ ആൽഫ സ്ക്വയർ ടി. അതായത് പി ഇൻറ്റു കോസ് 0 1 ആവും. അപ്പോൾ C2 P ഇൻറ്റു C3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആൽഫ പി സ്ക്വയർ ഇൻറ്റു ആൽഫ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ C3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് പി സ്ക്വയർ ആൽഫ സ്ക്വയർ ടി എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. പിന്നെ എന്ത് മാത്രമാണുള്ളത്? പിയും 0 ആവാൻ പാടില്ല, കാരണം പി 0 ആയാൽ പിന്നെ എൻ്റെ ടേം 0 ആവും. അപ്പോൾ എന്ത് 0 ആവണം? C2 0 ആവും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ സെക്കൻഡ് കണ്ടീഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? C2 ഈസ് ഈക്വൽ ടു 0. അതേപോലെ ഡോ യു ബൈ സെക്കൻഡ് കണ്ടീഷനിൽ തന്നെ പറയുന്നുണ്ട് ഡോ യു ബൈ ഡോ എച്ച് അറ്റ് എച്ച് ഇസ് ഈക്വൽ ടു എൽ എന്താണ്? അതും 0 ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിയേഷനിൽ എഗെയിൻ എന്ത് കൊടുക്കുക? എച്ച് ഇസ് ഈക്വൽ ടു എൽ കൊടുക്കുക. എച്ച് ഈക്വൽ ടു എൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? C1 മൈനസ് C1 ഇൻറ്റു പി ഇൻറ്റു സൈൻ പി എൽ ഇൻറ്റു C3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് പി സ്ക്വയർ ആൽഫ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 0 ആണെന്ന് കണ്ടീഷൻ തന്നിട്ടുണ്ട്. പിന്നെ C2 ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് കോസ് പി എച്ച് എന്ന് പറഞ്ഞ ടേം ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ C1 ഷുഡ് നോട്ട് ബി 0, കാരണം C1 കൂടെ 0 ആയാൽ എൻ്റെ ടേം 0. അഗെയിൻ പി ഷുഡ് നോട്ട് ബി 0. ദെൻ നമുക്ക് എന്ത് പോസിബിലിറ്റിയാണുള്ളത്? സൈൻ പി എൽ മസ്റ്റ് ബി ഈക്വൽ ടു 0. സൈൻ പി എൽ 0 ആവണമെങ്കിൽ ആ സൈൻ തീറ്റ 0 എന്നുള്ള കണ്ടീഷൻ എപ്പോഴാണ്? തീറ്റ ഈസ് മൾട്ടിപ്പിൾ ഓഫ് പൈ, അതായത് പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമാണ് എന്ത്? സൈൻ തീറ്റ 0 ആവും. അപ്പോൾ സൈൻ പി എൽ ഇസ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ പി എൽ മസ്റ്റ് ബി ഈക്വൽ ടു എൻ പൈ, പൈയുടെ മൾട്ടിപ്പിൾ. ഇവിടുന്ന് നമുക്ക് എന്ത് എഴുതാം? പി ഈസ് ഈക്വൽ ടു എൻ പൈ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോൺസ്റ്റൻസ് കിട്ടിയത് C2 ഈക്വൽ ടു 0, അതേപോലെ പി ഈസ് ഈക്വൽ ടു എൻ പൈ ഡിവൈഡഡ് ബൈ എൽ കിട്ടി.
ഇനി ഈ കിട്ടിയ വാല്യൂസൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 അറിയില്ല, C2 0 ആണെന്ന് കിട്ടി, C3 അഗെയിൻ അറിയില്ല, അഗെയിൻ P ഈക്വൽ ടു n/L എന്ന് കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ ബിക്കം C1 ഇൻറ്റു കോസ് പി എച്ച് പ്ലസ് C2 എന്നുള്ള ടേം 0 ആയിട്ട് പോയി ഇൻറ്റു C3 ഇൻറ്റു e⁻−p² ആൽഫ സ്ക്വയർ ടി. ഇനി അവിടെ C1 ഇൻറ്റു C2 എന്ന് പറയുന്നതിന് ഒരു a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ഇതേപോലെ പി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, n/L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കോസ് n/h ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു e⁻n² ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു ആൽഫ സ്ക്വയർ ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ ഇവിടെ C1 C3 ഈക്വൽ ടു an എന്നായിട്ട് പുതിയൊരു കോൺസ്റ്റൻറ്റ് അവിടെ സ്പെസിഫൈ ചെയ്തു. ഇനി അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻ കിട്ടി? ഇതാണ് ഒരു പോസിബിൾ സൊല്യൂഷൻ. പിന്നെ മുൻപ് കിട്ടിയത് എന്താണ്? a0 u of h, t is equal to a0. ഇവിടെ തന്നെ നമുക്ക് നമ്പർ ഓഫ് സൊല്യൂഷൻ n വേരി ചെയ്യുന്നതിനനുസരിച്ച് n is equal to 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പോൾ മൾട്ടിപ്പിൾ സൊല്യൂഷൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് തന്നെ ഈ ഒരു കേസിൽ കിട്ടും. അപ്പോൾ മുൻപ് ഒരു a0 എന്ന് പറയുന്ന കേസ് കിട്ടി. ഇവിടെ n മാറുന്നതിനനുസരിച്ച് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഒക്കെ ഈ എല്ലാ സൊല്യൂഷൻ്റെയും സമ്മായിട്ട് എന്ത് എഴുതാം? ജനറൽ സൊല്യൂഷൻ എഴുതാം. സോ ദ ജനറൽ സൊല്യൂഷൻ ക്യാൻ ബി റിട്ടൺ ആസ് സം ഓഫ് ഓൾ ദ പോസിബിൾ സൊല്യൂഷൻ. ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ്? a0 ആണ് ഫസ്റ്റ് സൊല്യൂഷൻ. പിന്നെ ഉള്ളത് ഈ ഓരോ n is equal to 1 2 3 4 ആ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സമ്മായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ a0 പ്ലസ് സിഗ്മ n an into cos n/h divided by L into e⁻−n² pi² alpha square into t divided by L. അപ്പോൾ ഇതാണ് എന്ത് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് കണ്ടീഷൻ നോക്കുക. തേർഡ് കണ്ടീഷനിൽ പറഞ്ഞത് എന്താണ്? u of h, 0 is equal to LH−h² ആണ്. അതായത് t is equal to 0 ആണെങ്കിൽ, അതായത് t equal to 0 എന്നുള്ള കേസിൽ എന്താണ് u is equal to എന്താ LH−h² ആണ്. അതായത് നമ്മൾ മുൻപ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടെ നോക്കുക. ഈ ഒരു ഇക്വേഷൻ എന്താണ്? ഒരു കൊസൈൻ ഫോറിയർ സീരീസിൻ്റെ എക്സ്പാൻഷനാണ്. ഏതൊരു ഫംഗ്ഷൻ കൊസൈൻ ഫോറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ പോലെയാണുള്ളത്. അപ്പോൾ ആ ഒരു കേസ്, അതായത് ഈ e⁻ ടേം ഇല്ലെങ്കിൽ കൊസൈൻ ഫോറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ പോലെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കേസിൽ t is equal to 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും? a0 പ്ലസ് സിഗ്മ n an cos n/h ഡിവൈഡഡ് ബൈ L into e⁻0 1i is equal to LH−h². അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ്? ഒരു കൊസൈൻ ഫോറിയർ സീരീസ് ടേമാണ്. ഈസ് ഈക്വൽ ടു f(h) എന്നുള്ള കേസാണുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? an-ഉം a0-ഉം കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എന്താ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ് ആണ് ഈ a0-ഉം an-ഒക്കെ. ഇപ്പോൾ a0 ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് 1/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L LH−h² dx. അപ്പോൾ ഇവിടെ LH−h² എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. LHൽ L കോൺസ്റ്റൻ്റ് ആണ്, Hന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ h²/2. അതേപോലെ h² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ h³ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ അവിടെ 0 to L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ LH² L³ ആവും. കാരണം L ഇൻറ്റു L² L³/2 മൈനസ് L³/3 കിട്ടും. അപ്പോൾ 1/L ഇൻറ്റു L³ ഡിവൈഡഡ് ബൈ 2 മൈനസ് L³ ഡിവൈഡ് ബൈ 3. അപ്പോൾ ഈ ഒരു ടേം L³ ഡിവൈഡഡ് ബൈ 6 ആവും. ഇവിടെ ഡിവൈഡഡ് ബൈ L ഉണ്ട്. ആ L³ L-ഉം ഒരു L-ഉം ക്യാൻസൽ ആവും. ബാക്കി എന്ത് കിട്ടും? L² ഡിവൈഡ് ബൈ 6 കിട്ടും. സോ a0 ഈക്വൽ ടു L² ബൈ 6. ഇനി അടുത്തത്
എ എൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷനാണ്. എ എന്നിൻ്റെ ഇക്വേഷൻ എ എൻ ഇസ് ഈക്വൽ ടു 2/L integral 0 to L f of x cos n pi h divided by L dx ആണ്. ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എൽ എച്ച് മൈനസ് എച്ച് സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ എൽ ഡി എച്ച് ആണ് ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ്റെ അകത്തുള്ള കേട്ടോ. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ആ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? 2/L തൽക്കാലം ഔട്ട് സൈഡിൽ വെക്കുക. പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതായത് എൽ എച്ച് മൈനസ് എച്ച് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എൽ മൈനസ് 2h ആണ്. എച്ചിൻ്റെത് 1, എച്ച് സ്ക്വയറിൻ്റെത് 2h. അപ്പോൾ എൽ മൈനസ് 2h ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എച്ച്. അപ്പോൾ ഇവിടെ രണ്ട് ഇൻ്റഗ്രേഷനാണുള്ളത്. ഒരു ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ഈ ഇൻ്റഗ്രേഷൻ്റെ അകത്താണ്, ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ അകത്താണ് ഈ സെക്കൻഡ് ഇൻ്റഗ്രേഷൻ ഉള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തുള്ള ഇൻ്റഗ്രേഷൻ ചെയ്യണം. എന്നിട്ട് ഈ ഡിഫറൻസിയേഷനും ഈ ഇൻ്റഗ്രേഷനും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉള്ള ടേമിൽ എൽ എച്ച് മൈനസ് എച്ച് സ്ക്വയർ അത് അവിടെ പുറത്ത് വെക്കുക. എന്നിട്ട് ഈ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേഷൻ ആദ്യം ചെയ്യുക. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? കോസ് എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ എൽ ആണ്. കോസ് എ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? കോസ് എ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? സൈൻ എ എച്ച് ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണുള്ളത്? എൻ പൈ ഡിവൈഡഡ് ബൈ എൽ ആണുള്ളത്. അപ്പോൾ സൈൻ എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ഡിവൈഡഡ് ബൈ എൽ വരും. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് ഈ ഫസ്റ്റ് ടേമിൽ ഇനി ഇൻ്റഗ്രേഷൻ ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ലിമിറ്റ് കൊടുക്കാം. 0 to L ആണ്. ഇനി അടുത്ത ഇൻ്റഗ്രേഷനിൽ ഡിഫറൻസിയേഷൻ എൽ മൈനസ് 2h നേരത്തെ ചെയ്തു. അതിൻ്റെ അകത്തുള്ള ഇൻ്റഗ്രേഷൻ ചെയ്തു. സൈൻ എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ എൽ ഇൻറ്റു ഡി എച്ച്. ഇനി എന്ത് ചെയ്യണം? ഈ എൻ്റയർ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം എൽ കൊടുക്കുക. എൽ കൊടുത്താൽ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ വരും. എന്താവും? ഇത് 0 ആവും. അതേപോലെ 0 കൊടുത്താൽ അഗെയിൻ സൈൻ ടേം ഉള്ളതുകൊണ്ട് സൈൻ 0 വരും. സൈൻ 0 ആണ്. അപ്പോൾ 0 മൈനസ് 0 വരും. അപ്പോൾ ഈ എൻ്റയർ ടേം എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ, ആ ഇൻ്റഗ്രേഷനിലുള്ള ഫസ്റ്റ് ടേം 0 ആയിട്ട് വന്നു ലിമിറ്റ് കൊടുത്തപ്പോൾ. അടുത്തത് 2/L ഇൻറ്റു ഈ എൻ പൈ ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എല്ലിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എൽ ബൈ എൻ പൈ ആയി. അതായത് സൈൻ എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഉണ്ടായിരുന്നു. ആ ടേമിനെ ഇൻ്റഗ്രേഷൻ്റെ ഔട്ട് സൈഡിലേക്ക് വെച്ചു. അപ്പോൾ എന്ത് വരും? എൽ ഡിവൈഡഡ് ബൈ എൻ പൈ വന്നു. അപ്പോൾ 0 മൈനസ് 2/L ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എൻ പൈ. ഓർ നമുക്കിവിടെ എന്ത് എഴുതാം? ഇനി ഇവിടെ എൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? -2 ഡിവൈഡഡ് ബൈ എൻ പൈ വരും ഇൻ്റഗ്രേഷൻ്റെ ഔട്ട് സൈഡ്. ഇനി ഇൻ്റഗ്രേഷനിൽ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ആ രീതിയിൽ അഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് എന്തായിരുന്നു ഇക്വേഷൻ? എന്താണ്? ഫസ്റ്റ് ടേം ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സൈൻ എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? മൈനസ് കോസ് എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ഡിവൈഡഡ് ബൈ എൽ. ആ ഇൻ്റഗ്രേഷൻ അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് 0 to L ലിമിറ്റ് കൊടുത്തു. മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റിൽ എൽ മൈനസ് 2h ആണ്. എൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ 0. അഗെയിൻ -2hൻ്റെത് -2 ഇൻറ്റു സൈൻ എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ എന്താണ്? മൈനസ് കോസ് എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഇൻറ്റു ഡി എച്ച്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇതിൽ ലിമിറ്റ് കൊടുക്കുക. 0 to L എന്ന് പറയുന്ന ലിമിറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് കൊടുത്താൽ ഫസ്റ്റ് ടേം വിൽ ബിക്കം
L square by n pi into cos n pi പ്ലസ് L സ്ക്വയർ ഡിവൈഡഡ് ബൈ n pi ഇൻറ്റു 1 കിട്ടും. അതായത് ലിമിറ്റ് ആദ്യം എക്സിന് L കൊടുക്കുക, അതേപോലെ എക്സിന് 0 കൊടുക്കുക. എക്സിന് L കൊടുത്താൽ കോസ് n pi ആവും കോസ് ടേം. ഇതേപോലെ എക്സിന് 0 കൊടുത്താൽ കോസ് 0 വിച്ച് ഇസ് ബിക്കം 1 ആവും. ഓക്കെ, അതേപോലെ മൈനസ് ഈ ഇൻ്റഗ്രേഷനിൽ അഗെയിൻ 0 ടു ഇൻ്റഗ്രേഷൻ ചെയ്തു, ആ കിട്ടിയ ടേമിൽ അഗെയിൻ 0 ടു L കൊടുക്കുക. 0 ടു L കൊടുക്കുന്ന സമയത്ത് L ആദ്യം കൊടുക്കുക. L കൊടുത്താൽ സൈൻ n പൈ കിട്ടും. സൈൻ n പൈ എച്ച് ഡിവൈഡ് ബൈ L ആണ്. എച്ചിന് L കൊടുക്കുമ്പോൾ ഈ എല്ലും ക്യാൻസലാവും. അപ്പോൾ ആ സമയത്ത് സൈൻ n പൈ കിട്ടും. സൈൻ n പൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതേപോലെ 0 കൊടുത്ത സൈൻ 0 അഗെയിൻ ദാറ്റ് ടേം ബിക്കം 0. അപ്പോൾ ഈ ഒരു ടേം 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്കുള്ള ടേം എന്ത് മാത്രമേ ഉള്ളൂ? L സ്ക്വയർ ഡിവൈഡഡ് ബൈ n പൈ ഇൻറ്റു കോസ് n പൈ പ്ലസ് L സ്ക്വയർ ഡിവൈഡഡ് ബൈ n പൈ. ഇനി L സ്ക്വയർ ബൈ n പൈ കോമൺ ആണ്. L സ്ക്വയർ ബൈ n പൈനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ ഇക്വേഷൻ എന്താവും? മൈനസ് 2 ഡിവൈഡഡ് ബൈ n പൈ ഇൻറ്റു L സ്ക്വയർ ബൈ n പൈ ഇൻറ്റു കോസ് n പൈ പ്ലസ് 1. അതായത് L സ്ക്വയർ ബൈ n പൈയെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ എടുത്തു. മൈനസ് 0. സെക്കൻഡ് ഇൻ്റഗ്രേഷൻ 0 ആയിട്ട് മാറി. ഇനി അതിൽ L സ്ക്വയർ ബൈ n പൈയെ ടോട്ടൽ ഔട്ട് സൈഡിലേക്ക് എടുത്തപ്പോൾ മൈനസ് 2L സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് n പൈ പ്ലസ് 1 വരും. ഇനി ഈ ഒരു ഫംഗ്ഷന് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് n പൈ ഈസ് ഈക്വൽ ടു കോസ് n പൈ എന്ന് പറയുന്നത് ആക്ച്വലി കോസ് n പൈ ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് 1 ഹോൾ റേസ് ടു n എന്ന് എഴുതാം. ഇത് മുൻപ് എൻട്രൻസിനൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ച റിലേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെയും ചില സിറ്റുവേഷൻസിൽ ഈ ഒരു റിലേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. കോസ് n പൈ ഈസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു n. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഫൈനൽ സൊല്യൂഷൻ എന്തായിട്ട് മാറും? മൈനസ് 2L സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ഹോൾ റേസ് ടു n പ്ലസ് 1. ഇനി സപ്പോസ് n ഓടാണെങ്കിൽ ഈ മൈനസ് 1 ഹോൾ റേസ് ടു n എന്താവും? മൈനസ് 1 ആവും. അപ്പോൾ മൈനസ് 1 പ്ലസ് 1 ബിക്കം 0. അപ്പോൾ വെൻ n ഈസ് ഓഡ് the function become 0, and when n is even ആ ടേം എന്താവും? 1 പ്ലസ് 1 ഇപ്പോൾ 2 ആവും. 2 ഇൻറ്റു 2 4 ആവും. അപ്പോൾ മൈനസ് 4L സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ ആവും വെൻ n ഈസ് ഈവൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a-ൻ്റെ ഇക്വേഷൻ കിട്ടി. സോ ദ സൊല്യൂഷൻ ഈസ് u ഓഫ് h, t ഈസ് ഈക്വൽ ടു L square by 6 minus 4L square by pi square into sigma over the n is equal to even numbers. അതായത് ആ സിഗ്മ എടുക്കുന്നത് ഏത് കേസിൽ മാത്രമാണ്? ഈവൻ നമ്പേഴ്സ് മാത്രമാണ്. n is equal to ഓഡ് നമ്പേഴ്സിൻ്റെ ഒക്കെ ടേംസ് 0 ആയിട്ട് പോകും. അപ്പോൾ ഈവൻ നമ്പേഴ്സ് അതിൻ്റെ അകത്ത് 1/n സ്ക്വയർ ഇൻറ്റു കോസ് n പൈ എച്ച് ഡിവൈഡഡ് ബൈ L ഇൻറ്റു ഇ റൈസ് ടു മൈനസ് n സ്ക്വയർ പൈ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി ഡിവൈഡ് ബൈ L സ്ക്വയർ. ഇനി ഈവൻ നമ്പറിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? n ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു m ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ മാറ്റി എഴുതിയാൽ എന്തായിട്ട് മാറും? u ഓഫ് h, t ഈസ് ഈക്വൽ ടു L സ്ക്വയർ ബൈ 6 മൈനസ് L സ്ക്വയർ ബൈ പൈ സ്ക്വയർ. ആ 4ഉം ആ 1/n സ്ക്വയറിലുള്ള 2m ഹോൾ സ്ക്വയർ ആവും. 2m ഹോൾ സ്ക്വയറിൽ 4 ഉണ്ടാവും. അപ്പോൾ ആ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എന്തായിട്ട് മാറും? 1/m സ്ക്വയർ. ആ 4 ക്യാൻസൽ ചെയ്തു. L സ്ക്വയർ ബൈ പൈ സ്ക്വയർ ഇൻറ്റു സിഗ്മ m ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇൻ 1/m സ്ക്വയർ ഇൻറ്റു കോസ് m pi 2m pi h divided by L into e raised to minus 4 m square
പൈ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. അപ്പോൾ അവിടെ 4m² വന്നത് n എന്ന് പറയുന്നത് എന്താണ് 2m ആണ്. 2mൻ്റെ സ്ക്വയർ എന്താണ് 4m² ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.